പ്രവാസലോകത്തെ വാർത്തകൾ. എക്സ്പ്രസ് എൻട്രി അപേക്ഷകരെ ക്ഷണിച്ച് കാനഡ. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 1000 അപേക്ഷകർക്ക് ക്ഷണക്കത്ത് നൽകി. മെയ് 1 എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ കുടിയേറ്റ വകുപ്പ് ക്ഷണക്കത്ത് നൽകിയത്. പുതിയതായി അവതരിപ്പിച്ച വിദ്യാഭ്യാസാധിഷ്ഠിത വിഭാഗത്തിലൂടെ ആദ്യമായാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തത്. IRCC പങ്കിട്ട വിശദാംശങ്ങൾ പ്രകാരം ഈ നറുക്കെടുപ്പിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ സ്കോർ 479 ആയിരുന്നു. എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വിവിധ സ്കീമുകളിലൂടെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നത് തുടരുന്നു. IRCCയുടെ കണക്കനുസരിച്ച് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യവും കനേഡിയൻ പരിചയ ക്ലാസുമുള്ളവരെയാണ് കാനഡ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി കൂടുതലും ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കുന്നതായി റിപ്പോർട്ട്. അക്കാഡമിക് നിലവാരം, പഠനാനന്തര ജോലി അവസരം, സുരക്ഷ എന്നിവയാണ് ആകർഷകമായത്. കാനഡയുടെ ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച പഠന കേന്ദ്രമായി ഓസ്ട്രേലിയ സ്ഥാനമുറപ്പിച്ചു. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ വിദഗ്ധരായ IDP എഡ്യൂക്കേഷനാണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത്. പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ അധികം പേരും തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയായിരുന്നു. 28%, 22% പേർ US-ഉം 21% പേർ UK-യും തിരഞ്ഞെടുത്തു. വിസ, ട്യൂഷൻ ഫീസ് എന്നിവയിൽ വർധനവുണ്ടായിട്ടും ഓസ്ട്രേലിയയിലേക്ക് അനവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി പോകുന്നത്. അക്കാദമിക് നിലവാരം, പഠനാനന്തര ജോലി അവകാശങ്ങൾ, സുരക്ഷ തുടങ്ങിയവ ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി. 2025 QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 15 ഓസ്ട്രേലിയൻ സർവകലാശാലകൾ മികച്ച 200-ൽ ഇടം നേടി. അമേരിക്കയും വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട പഠന കേന്ദ്രമാണ്. മികച്ച വിദ്യാഭ്യാസം, ബിരുദാനന്തര തൊഴിലവസരങ്ങൾ, പഠനാനന്തര വർക്ക് വിസ നയങ്ങൾ എന്നിവ കാരണം വിദ്യാർത്ഥികൾ US-നെ ഇഷ്ടപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഷാർജ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വർധന. ഈ വർഷം ആദ്യപാദത്തിൽ യാത്ര ചെയ്തത് 45 ലക്ഷത്തിലേറെ പേർ. താവളമായി വീണ്ടും ഷാർജ മാറുകയാണ്. കഴിഞ്ഞ വർഷം ആദ്യപാദത്തേക്കാൾ 8% യാത്രക്കാരാണ് ഇത്തവണ ഇതുവഴി കടന്നുപോയത്. 27,000-ലേറെ വിമാന സർവീസുകളാണ് ഷാർജ വിമാനത്താവളം രേഖപ്പെടുത്തിയത്. 52,000-ലധികം ടൺ ചരക്ക് കൈകാര്യം ചെയ്തു. പ്രവർത്തനങ്ങളുടെ വൈവിധ്യം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യക്ഷമത എന്നിവ ഷാർജ വിമാനത്താവളത്തിന് തുണയായി. ഈ വർഷം ആദ്യപാദത്തിൽ ഷാർജ വിമാനത്താവളത്തിന്റെ സ്വകാര്യ വ്യോമയാന മേഖലയിൽ മികച്ച വളർച്ച റിപ്പോർട്ട് ചെയ്തു. മുൻ വർഷത്തെ അപേക്ഷിച്ച് സ്വകാര്യ വിമാന സേവനങ്ങളിൽ 26.4% വർധന രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് സന്തോഷ വാർത്ത. വിമാനത്താവളത്തിൽ കുറഞ്ഞ നിരക്കിൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി. പ്രതിദിനം 1 റിയാലിന് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതായി ഒമാൻ എയർപോർട്ട്സ് അധികൃതർ അറിയിച്ചു. സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിലേക്കാണ് ഈ കുറഞ്ഞ നിരക്കിലുള്ള പാർക്കിംഗ് സൗകര്യം. ലോജിസ്റ്റിക്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഇളവ്. ഇനി മുതൽ പ്രതിദിനം 1 റിയാലിന് P5 പാർക്കിംഗ് ഏരിയയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകും. ഖരീഫ് ടൂറിസ്റ്റ് സീസൺ തുടങ്ങാനിരിക്കെ യാത്രക്കാർക്ക് ഇത് പ്രയോജനകരമാകും. രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നവർക്കും മസ്കറ്റിൽ നിന്ന് ഒമാന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവർക്കും ഉപകാരപ്രദമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ ഓഫറുമായി വിസ് എയർ അബുദാബി. UAE-യിൽ നിന്നുള്ള യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാം. UAE-യിൽ നിന്നും ജൂൺ 30 വരെ യാത്ര ചെയ്യുന്നവർക്കാണ് ഓഫർ. തെരഞ്ഞെടുത്ത വിമാനയാത്രയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് 15% കിഴിവ് ലഭിക്കുക. വിസ് എയർ അബുദാബിയുടെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. പ്രാദേശിക യൂറോപ്യൻ യാത്രകൾക്ക് നിരക്കിളവ് ബാധകമാണ്. ഏതൊക്കെ റൂട്ടുകൾക്ക് കിഴിവ് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ലിസ്റ്റ് എയർലൈൻ പുറത്തുവിട്ടിട്ടില്ല. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈത്തിൽ വ്യാപകമായി സുരക്ഷാ ട്രാഫിക് പരിശോധന നടക്കുന്നു. 94 പേർ അറസ്റ്റിൽ. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സെക്യൂരിറ്റി പോലീസ് വിവിധ മേഖലകളിൽ പരിശോധന നടത്തി. നിയമം ലംഘിച്ച നിരവധി പേരാണ് അറസ്റ്റിലായത്. ഏപ്രിൽ 20 മുതൽ 26 വരെ 1637 സുരക്ഷാ ഓപ്പറേഷനുകൾ നടത്തി. ഈ പരിശോധനകളിൽ ക്രിമിനൽ കുറ്റങ്ങൾക്ക് വാണ്ടഡ് ലിസ്റ്റിലുണ്ടായിരുന്ന 6 പേർ ഉൾപ്പെടെ 94 വ്യക്തികളെ അറസ്റ്റ് ചെയ്തു. കൂടാതെ സ്പോൺസർമാരിൽ നിന്ന് ഒളിവിൽ പോയ 79 പേരെയും മതിയായ തിരിച്ചറിയൽ രേഖകളില്ലാത്ത 70 പേരെയും കാലാവധി കഴിഞ്ഞ റെസിഡൻസി പെർമിറ്റുള്ള 93 പേരെയും കസ്റ്റഡിയിലെടുത്തു. മോഷണ കേസുമായി ബന്ധമുള്ള 5 പ്രതികളെയും അധികൃതർ പിടികൂടുകയും ജുഡീഷ്യൽ അധികാരികൾ അന്വേഷിക്കുന്ന 150 വാഹനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.